മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ചെറിയ കാര്യത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടി. മാതൃഭൂമി പത്രത്തിലും മറ്റ് ചില പത്രങ്ങളിലും ദേവസ്വം ബോർഡ് ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നത് പോലെ നമ്മുടെ പൈതൃകം ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ അത് കൈകാര്യം ചെയ്യുന്നവരെ പഠിപ്പിക്കാനും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നവരെ പഠിപ്പിക്കാനുമായിട്ട് ഒരു വേദിക് യൂണിവേഴ്സിറ്റി എന്ന രീതിയിൽ ഒരു സ്ഥാപനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ തുടങ്ങണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചു. ഞാനത് ഭംഗിയായിട്ട് ഇന്നലെ കമ്മീഷണർ, ദേവസ്വം ബോർഡ് കമ്മീഷണർ, നല്ല ചൈതന്യവത്തായ ഒരു IAS ഉദ്യോഗസ്ഥൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് കമ്മിറ്റി മെമ്പേഴ്സ്, അവരുടെ എല്ലാവരുടെയും മുമ്പിൽ കുറേ അധികം അറിവുള്ളവരെ വിളിച്ചു വരുത്തിയതെല്ലാം ദേവസ്വം ബോർഡുകാരാണ്. അവരിൽ നിന്നെല്ലാം പുതിയ പുതിയ ഐഡിയകൾ സ്വീകരിച്ച് ഒരു യൂണിവേഴ്സിറ്റി ടൈപ്പ് സ്ഥാപനം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഒരു ശ്രമം നടത്തിയ കൂട്ടത്തിൽ ശ്രീ വിഷ്ണുനാരായണൻ നമ്പൂതിരി, പ്രൊഫസർ വിഷ്ണുനാരായണൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായം അറിയേണ്ടായി. വളരെ ചിന്തിച്ചും അഗാധമായി പഠിച്ചും വളരെ വിസ്തരിച്ചും എല്ലാ നന്മകളും ചേർത്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഗോപാലകൃഷ്ണൻ നൽകിയിരിക്കുന്നത്. അവസാനത്തെ ശ്വാസം വരെ എൻ്റെ പൂർണ്ണ പിന്തുണ അതിനുണ്ടാവും. എൻ്റെ ശരീരം പണ്ടത്തെ പോലെ വഴങ്ങുന്നില്ല എങ്കിലും, അദ്ദേഹം പറഞ്ഞ വരികൾ ഞാൻ അതേപോലെ പറയുകയാണ്. എങ്കിലും ഏതാണ്ട് ഒരു 20 വർഷം മുമ്പ് ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ പൂജാരിയായിട്ട്, മേശാന്തിയായിട്ട് 2 വർഷത്തേക്ക് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വേളയിൽ ഭാഗ്യം കൊണ്ട് ഒരു വിദേശ രാജ്യത്ത് അമേരിക്കയിൽ ചെന്ന് നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് ഒരു പ്രബന്ധം അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടായി. ആ വലിയ സെമിനാർ സംഘടിപ്പിച്ച ആ സംഘടനയുടെ പ്രധാനപ്പെട്ട തത്വശാസ്ത്രത്തിലും പൈതൃകത്തിലും എല്ലാവിധത്തിലുള്ള ഫിലോസഫികളിലും ആധികാരികമായിട്ട് അറിവുള്ള ഒരു പ്രൊഫസർ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു അത്രേ, ലോകത്തിൽ ഏറ്റവും ശക്തിമത്തായ ഒരു സംസ്കാരമായിരുന്നു ഗ്രീക്ക് സംസ്കാരം. അതുപോലെ തന്നെ സ്വാധീനം ചെലുത്തിയിരുന്ന ഈജിപ്ഷ്യൻ സംസ്കാരം. അതെല്ലാം കുറേ കാലം നിലനിന്നു. അതിനുശേഷം അതെല്ലാം അപ്രത്യക്ഷമായി. പക്ഷേ അടിപതറാതെ, തളരാതെ, തകരാതെ അനുനിമിഷം ലോകത്തിനു മുഴുവനും പ്രകാശം പരത്തുന്ന പ്രായോഗികമായൊരു സംസ്കാരം, അതിൻ്റെ പ്രതിനിധിയാണ് ഇവിടെ ഇരിക്കുന്ന എന്ന് പറഞ്ഞ് പ്രൊഫസർ വിഷ്ണുനാരായണൻ നമ്പൂതിരിയെ കൈ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം കണ്ണുനീരോടുകൂടി ആഹ്ലാദത്തോടുകൂടി പരിചയപ്പെടുത്തിയത്രേ. ലോകത്തിന് മുഴുവനും മാർഗദർശനം നൽകുന്ന ഒരു സംസ്കാരം, അത് അതിൻ്റെ ജീവസുറ്റ പ്രതിനിധിയാണ്, ജീവസുറ്റ സംസ്കാരത്തിൻ്റെ ജീവസുറ്റ പ്രതിനിധിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ തലകുനിച്ച് കുമ്പിട്ടുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് സദസ്സിനെ തൊഴുതപ്പോൾ ഒരു വലിയ വിജയം നേടിയ വ്യക്തിയെ കൈയടിച്ച് സംഘാടകരും അതിൻ്റെ പ്രതിനിധികളും പ്രോത്സാഹിപ്പിക്കുന്ന പോലെ വിഷ്ണുനാരായണൻ നമ്പൂതിരിയെ കുറിച്ചുള്ള ഈ ഇൻട്രൊഡക്ഷന് കൈയടിച്ച് അവർ പ്രോത്സാഹിപ്പിച്ചു അത്രേ. ഇത് പറഞ്ഞിട്ട് വിഷ്ണുനാരായണൻ നമ്പൂതിരി പറയായിരുന്നു, ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ പൂജ കഴിച്ച് എത്രയോ പേർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു കൊടുത്തതിൻ്റെ ഉദാഹരണം അദ്ദേഹം പറഞ്ഞിട്ട് ആ വയോധികൻ ഒരു വരി പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നത് സത്യം 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 എന്നും കൂടി പറയുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ സംസ്കാരത്തെ തകർക്കാൻ അനുവദിക്കരുത്.
ഈ സംസ്കാരത്തെ തളരാൻ അനുവദിക്കരുത്. ഈ സംസ്കാരം ഭൂമിയിൽ നിലനിൽക്കണം. അത് ഭാരതത്തിൻ്റെയും ഹിന്ദുക്കളുടെയും മാത്രം ആവശ്യമല്ല, അത് ലോകത്തിൻ്റെ ആവശ്യമാണ്. അതിനെ സംരക്ഷിക്കണം. ഇദ്ദേഹത്തിൻ്റെ ഈ വികാര തീവ്രമായ ആ വരികൾ കേട്ടപ്പോൾ ശരിക്ക് സദസ്സിലുള്ളവരെല്ലാം കയ്യുകൂപ്പി ആ വരികൾ കേട്ട് പുളകിതരാവുകയായിരുന്നു, തരിച്ചിരിക്കുകയായിരുന്നു ചെയ്തത്. എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത് മാതാ അമൃതാനന്ദമയ്യെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുകയാണ് ചെയ്തതെന്ന് ഞാൻ ഇന്നലെ പറയുകയുണ്ടായി. മദർ തെരേസയെ കുറിച്ച് പറഞ്ഞപ്പോൾ ക്രിസ്ത്യാനികളെക്കാളേറെ ഇവിടുത്തെ ഹിന്ദുക്കൾക്കാണ് നൊന്തത്. എന്താണോ അറിഞ്ഞൂടാ. ശരീരം ഹിന്ദുവിൻ്റെയും മനസ്സ് ക്രിസ്ത്യാനിയുടെയുമാണോ, അല്ല ആട്ടിൻതോലിട്ട ഈ ചെന്നായ്ക്കളുടെ യഥാർത്ഥ പ്രവൃത്തി അറിഞ്ഞുകൂടാ എന്ന് ഇവര് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണോ? മതപരിവർത്തനം നടത്തുന്നുള്ളത് അതിനേക്കാൾ വലിയ സേവന പ്രവർത്തനം നടത്തുന്നു എന്നുള്ളത് നോക്കുമ്പോൾ ഒന്നും അല്ല എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. ഒരു രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെ അടിമുടി മാറ്റുന്ന, ഒരു നാടിന്റെ പൈതൃകത്തെ അടിമുടി തച്ചുടയ്ക്കുന്ന, ഒരു തനി പ്രാകൃതമായ, ഒരു മനുഷ്യനും വിശ്വസിക്കാത്ത, വെറും ബിസിനസ് മാത്രമാക്കി യേശുക്രിസ്തുവിനെ കച്ചവടം നടത്തുന്ന, ഇറ്റലിയിലോ ഇസ്രായേലിലോ ഉണ്ടായ 2000 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു പ്രാകൃത ഗ്രന്ഥത്തില് എന്റെ പാപം യേശുക്രിസ്തു ഏറ്റെടുക്കുന്നു എന്ന ശുദ്ധ അബദ്ധവും ദൈവിക ശുശ്രൂഷയും യോഗശാന്തി എന്ന് പറഞ്ഞ പൈസ ഉണ്ടാക്കാനുള്ള തട്ടിപ്പും എല്ലാം ചെയ്യുന്നവരെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മീഡിയ, പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികള്, പ്രോത്സാഹിപ്പിക്കുന്ന ബുദ്ധിജീവികള്, അത് പ്രോത്സാഹിപ്പിക്കുന്ന ഇടതുപക്ഷക്കാര് മലർന്നു കിടന്ന അവനവന്റെ പൈതൃകത്തിന് നേരെയാണ് തുപ്പുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഒരു സമൂഹത്തിന്റെ മുമ്പില് ഈ സനാതന ധർമ്മത്തെ പിടിച്ചു നിർത്താൻ വിഷ്ണുനാരായണൻ നമ്പൂതിരി, പ്രൊഫസർ വിഷ്ണുനാരായണൻ നമ്പൂതിരിയെ പോലെയുള്ളവര് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞത് അനുഭവിപ്പിക്കാവുന്ന വെളിച്ചത്തില് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞാനും നിങ്ങളും ശ്രമിച്ചാൽ ഉറപ്പ് ഈ കേരളം മാറാതിരിക്കില്ല, ഭാരതം മാറാതിരിക്കില്ല, മീഡിയ മാറാതിരിക്കില്ല, രാഷ്ട്രീയ പാർട്ടിക്കാർ മാറാതിരിക്കില്ല. ഭാരതത്തില് ഒന്നാമത്തെ പ്രതിപക്ഷമായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാര്. ഇന്ന് അവര് ഒടുക്കത്തെ പ്രതിപക്ഷമായി മാറിയിരിക്കുകയാണ്. ഒരേ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അകത്തുള്ള 2 പേര് തമ്മിലുള്ള ഫൈറ്റാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അവസ്ഥയെ നാണിപ്പിക്കുന്ന വിധത്തില് 91 വയസ്സായിട്ടുള്ള ഒരു മനുഷ്യനും 67 68 വയസ്സായിട്ടുള്ള വേറൊരാളും തമ്മിലുള്ള ഫൈറ്റാണ് ഒരു പാർട്ടിയുടെ അന്ത്യം കുറിക്കുന്ന സമ്മേളനമായി മാറിയത്. എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു, എല്ലാവരുടെയും കഴുത്തിൽ ചുമന്ന പേരൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും വിഭവസമൃദ്ധമായ സദ്യ തിന്നിരുന്നു, എല്ലാവരും എന്തൊക്കെയോ ചർച്ച ചെയ്തിരുന്നു. ഇത്രയും അധികം ചർച്ച ചെയ്തതിന്റെ അവസാനത്തിലെ തീരുമാനം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ പുറത്താക്കുക. ഇന്ന് കേരളത്തിലില്ല, ബംഗാളിലില്ല, മറ്റൊരു സ്ഥലത്തും 1 2 MP-മാരോ ഉണ്ടെങ്കിൽ വലിയ ഭാഗ്യമെന്ന രീതിയിൽ അവസാനിക്കുന്ന 2 കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അവസാനത്തെ ശ്വാസം നടത്തുന്നത് കാണുന്നത് കേരളത്തിലെ ജനത പോലെ തന്നെ ഈ 10-60 വർഷം ഈ നാടിനെ ഭരിച്ചവര് ന്യൂനപക്ഷത്തിന്റെ പേരിലും ശുദ്ധ തട്ടിപ്പിനെയും അന്യായത്തെയും അനീതിയെയും സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ പടപൊരുതാൻ ഹൈന്ദവ ജനത എണ്ണത്തിൽ ഒരുമിച്ച് ചേർന്നാൽ മാത്രം പോരാ, അറിവിന്റെ കാര്യത്തിലും ഒരുമിച്ച് ചേരണം. ഈ നാടിന്റെ പൈതൃകത്തിന്റെ നന്മകൾ മരിക്കരുതെന്ന് പ്രൊഫസർ വിഷ്ണുനാരായണൻ നമ്പൂതിരി പറഞ്ഞതിന്റെ പൊരുള് ഞാൻ നിങ്ങളെ കൂടി അറിയിക്കുന്നു. 1 മിനിറ്റ് പോലും വിശ്രമിക്കാത്ത വിധത്തിൽ പ്രവർത്തിക്കണം. ഇന്ന് ഓരോ സെമിനാറുകളോ മീറ്റിങ്ങുകളോ സംഘടിപ്പിച്ച് അവിടെ പ്രഭാഷണം നടത്താൻ ആൾക്കാരെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് യൂട്യൂബ് ഉണ്ട്, ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ
പല തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. 15 മിനിറ്റ് വരെ വീഡിയോ നേരിട്ട് അയക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, എല്ലാവരുടെയും വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ട്, എല്ലാവരുടെയും ഓഫീസിലുണ്ട്, DVD റെക്കോർഡറുണ്ട്, പ്ലെയർ ഉണ്ട്. നമ്മുടെ നാടിന്റെ പൈതൃകത്തെക്കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാനുള്ള സംവിധാനങ്ങളും ഇഷ്ടംമാതിരിയുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോൾ അതിനെ ജനങ്ങളിൽ എത്തിക്കാനുള്ള മഹായജ്ഞത്തിൽ നിങ്ങൾ ഏർപ്പെടുകയാണെങ്കിൽ ഒരു സംശയമില്ല, ഒതുക്കേണ്ടവരെ ഒതുക്കാൻ സാധിക്കും എന്നുകൂടി പറയുന്നു. പ്രണാമം.